നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, മിടുക്കന്മാരും സാധുക്കളും. എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കുകയും ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും നല്ലപോലെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ സമൂഹം മിടുക്കന്മാരായി കണക്കാക്കുന്നു. അവരെ ഇംഗ്ലീഷിൽ എക്സ്ട്രോവേർട്സ് എന്നാണ് വിളിക്കുക. അതുപോലെ എപ്പോഴും മൗനമായിരിക്കുകയും കുറച്ചാളുകളോട് മാത്രം ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകളെ അന്തർമുഖർ അഥവാ ഇൻട്രോവേർട്സ് എന്നാണ് പറയുക. സ്വിറ്റ്സർലാൻഡിലെ മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് ആണ് എക്സ്ട്രോവേർട്സ് എന്നും ഇൻട്രോവേർട്സ് എന്നും മനുഷ്യരെ രണ്ടായി തരംതിരിച്ചത്. എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ കൂടുതൽ ഔട്ട് ഗോയിങ്ങും സംസാരപ്രിയരും ഊർജ്ജസ്വലരുമായിരിക്കും. അതേസമയം ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ കുറെ കൂടി റിസർവേഷൻ ഉള്ളവരും, അതായത് സംസാരിക്കാൻ മടിയുള്ളവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. എക്സ്ട്രോവേർട്ടുകളുടെ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം കൈക്കലാക്കുകയും സമൂഹ ജീവിതത്തിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ എപ്പോഴും പ്രസരിപ്പോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും. എപ്പോഴും ചുറ്റുവട്ടത്ത് സുഹൃത്തുക്കളുണ്ടാകണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കുന്നു. അതുകൊണ്ട് അവർ സൽക്കാരങ്ങൾക്കും കല്യാണങ്ങൾക്കും രാഷ്ട്രീയ പരിപാടികൾക്കും ബിസിനസ് മീറ്റിങ്ങുകൾക്കും എപ്പോഴും പങ്കെടുക്കുന്നു. അതേസമയം അന്തർമുഖരായ ആളുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടുതൽ ആനന്ദം കണ്ടെത്തുകയും വ്യക്തിപരമായി യോജിപ്പുള്ള ആളുകളോട് മാത്രം സൗഹാർദ്ദം സ്ഥാപിക്കുകയും ചെയ്യും. ഒരു ബഹിർമുഖന് ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടാകുമെങ്കിൽ ഒരു അന്തർമുഖന് 5-10 സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്തർമുഖരായ ആളുകൾ വായനയിലും എഴുത്തിലും കമ്പ്യൂട്ടർ ഉപയോഗത്തിലും ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നതിലും സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ ബഹിർമുഖരായ ആൾക്കാർക്ക് എപ്പോഴും കൂടെ ആളുകളില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനോ എന്തെങ്കിലും ആസ്വദിക്കുവാനോ പറ്റുകയില്ല. വായനയിലും എഴുത്തിലും അവർ വലിയ താല്പര്യം കാണിക്കുകയില്ല. കമ്പ്യൂട്ടറിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത് ബോറാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അന്തർമുഖരായ ആളുകൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർ കലാകാരന്മാരും എഴുത്തുകാരും ശില്പികളും എഞ്ചിനീയർമാരും ഗാനരചയിതാക്കളും ഒക്കെയായി മാറുന്നു. ബഹിർമുഖരായ ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലും ബിസിനസ്സിലും കുറെ കൂടി വിജയം കണ്ടെത്താൻ പറ്റുന്നു. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബഹിർമുഖ സ്വഭാവവും അന്തർമുഖ സ്വഭാവവും കാര്യമായി ബാധിക്കുന്നുണ്ട്. അന്തർമുഖരായ ആളുകൾ എന്ത് സംസാരിക്കുമ്പോഴും ആദ്യം ചിന്തിക്കുകയും എന്താണ് പറയേണ്ടതെന്ന് ഉറപ്പിച്ച ശേഷം മാത്രം വായ തുറക്കുകയും ചെയ്യും. എന്നാൽ ബഹിർമുഖരായ ആളുകൾ ചർവറ സംസാരിക്കുകയും അബദ്ധങ്ങൾ പറ്റുമ്പോൾ പിന്നീട് സോറി പറഞ്ഞ് അത് തിരുത്തുകയും ചെയ്യും. അധ്യാപക ജോലിയിൽ കൂടുതൽ ശോഭിക്കുന്നത് ബഹിർമുഖരായ ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അധ്യാപകരിൽ ഭൂരിഭാഗവും അന്തർമുഖരും ലൈബ്രറിക്കുള്ളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവരുമാണ്. ക്ലാസ്സിലെത്തുമ്പോൾ അവൾ വാചാലരാവുകയും കൈക്കലാക്കിയ വിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വലിയ മിടുക്ക് കാണിക്കുകയും ചെയ്യും. എന്നാൽ ബഹിർമുഖരായ അധ്യാപകർക്ക് കൂടുതൽ സുഹൃത്തുക്കളും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗവും ഉള്ളതുകൊണ്ട് അവർക്ക് ലൈബ്രറിയിൽ പോകുവാനോ പ്രിപ്പയർ ചെയ്യുവാനോ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ക്ലാസ്സുകളിൽ ബഹിർമുഖരായ അധ്യാപകർ കോമാളികളെപ്പോലെ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും കുട്ടികളെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ മികച്ച അധ്യാപകർ പലപ്പോഴും അന്തർമുഖരായ ആൾക്കാരാണ്. ബിസിനസ് മേഖലയിൽ ബഹിർമുഖരായ ആൾക്കാർ കാണുന്നവരെയൊക്കെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയും മൊബൈൽ ഫോണിൽ ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുകയും ചെയ്ത് ബിസിനസ്സിൽ വൻ വളർച്ചയുണ്ടാക്കുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അന്തർമുഖരായ ആളുകൾ തൻ്റെ ബിസിനസ്സിൽ ആവശ്യമുള്ള ആളുകളെ മാത്രം മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുകയും മറ്റുള്ളവരുടെ കോളുകൾ എടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിന് കൂടുതൽ ശ്രദ്ധയും വളർച്ചയും ഉണ്ടാക്കുവാൻ അന്തർമുഖർക്കാണ് സാധിക്കുക. ഇങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അന്തർമുഖർ പതിയെ പതിയെ ബഹിർമുഖരെ ഓവർടേക്ക് ചെയ്യുന്നതായി കാണുവാൻ പറ്റുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹിർമുഖ വ്യക്തിത്വമാണ് നല്ലതെന്ന ഒരഭിപ്രായമുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലും ബഹിർമുഖ വ്യക്തിത്വമുള്ള ആളുകൾക്കാണ് കൂടുതൽ ഉയർന്ന സ്ഥാനത്ത് എത്താൻ പറ്റുക. എന്നാൽ ഹിന്ദുമതത്തിനും ബുദ്ധമതത്തിനും സ്വാധീനമുള്ള മേഖലകളിൽ അന്തർമുഖ വ്യക്തിത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യക്കാർ കമ്പനികളുടെ മേധാവികളാകുന്നതും രാഷ്ട്രീയ നേതാക്കന്മാരാകുന്നതും അവർ അന്തർമുഖരായതുകൊണ്ട് അവരുടെ സമയം അവരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ കൂടുതൽ എഫക്റ്റീവായി ആളുകളുമായി ബന്ധപ്പെടുകയും ചുരുങ്ങിയ എണ്ണം ആളുകളുടെ സ്വാധീനത്തിലൂടെ ഉയർന്നു വരികയും ചെയ്യും. എന്നാൽ ബഹിർമുഖരായ ആളുകൾ എപ്പോഴും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും കള്ളുകുടിച്ച് കൂത്താടുകയും ചെയ്യുന്നതുകൊണ്ട് തങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ വളർത്തുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുവാൻ വേണ്ടത്ര സമയവും സൗകര്യവും ലഭിക്കുന്നില്ല. മൊബൈൽ ഫോണിൽ നിറഞ്ഞു കവിയുന്ന കോണ്ടാക്റ്റുകൾ നിങ്ങളുടെ ബന്ധങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുക.
കാരണം നിങ്ങളുടെ സമയം ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യപ്പെടുന്നു. എന്നാൽ 100-200 ആളുകളുടെ പേരുകൾ മാത്രം മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുന്ന ആളുകൾക്ക് അത്രയും ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുവാനും കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ ബഹിർമുഖരെക്കാൾ കൂടുതൽ ജീവിത വിജയം നേടുന്നത് അന്തർമുഖരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല.